ആൾക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് ആൾക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അല്ലാഹു അക്ബറിൻ്റെ പേരും പറഞ്ഞ് ആൾക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ അമ്മേൻ്റെയും വാക്ക് കേട്ടിട്ട് അതിന് വേണ്ടി, അത് പാലിക്കേണ്ടതിന് വേണ്ടിയിട്ട് അവൻ്റെ നല്ല അവസ്ഥ, ഒരു രാജാവായി തീരേണ്ട അവസ്ഥ മുഴുവനായിട്ടും ത്യജിച്ചിട്ട് ഒരു സന്യാസയോഗം മാതിരി ഏറ്റെടുത്ത് കാട്ടിലേക്ക് പോകാനായിട്ട് വനവാസം സ്വീകരിച്ച് ആ കാട്ടിൽ പോവുകയും അവിടെ ഏറ്റവും താഴ്ന്ന നിലയിൽ നിൽക്കുന്ന ശബരിയുടെ അവർ ഭക്ഷിച്ച പഴങ്ങൾ കഴിക്കാൻ തയ്യാറാവുകയും രാവണൻ്റെ അവനുവാദം ചോദിച്ചിട്ടാണ് അവൻ്റെ ഭാര്യയെ അപഹരിച്ച് കൊണ്ടുപോയ ശത്രുവിനെ സംഹരിക്കുന്നതും ആ ശത്രുവിനെ സംഹരിച്ച് കഴിഞ്ഞിട്ടും അവനോട് വളരെ ആദരവോടെ പെരുമാറുകയും ഒരു ഭാര്യയുമായിട്ട് തിരിച്ച് ആ അയോധ്യയിലേക്ക് ജയാളിയായി അവൻ മടങ്ങി വരികയും ചെയ്യുമ്പോൾ അവർ പറയാണ് ജയ ശ്രീറാം. കാരണം ഇതെല്ലാമാണ് അവരുടെ മനസ്സിനകത്ത് വരുന്ന ഇമോഷൻ. ആ ജയ് ശ്രീറാമിൻ്റെ വാക്ക് പറഞ്ഞിട്ട് ഒരാൾ ഏതെങ്കിലും വേറൊരാളുടെ ദൈവാലയത്തെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ കുറച്ച് പേരെല്ലാം കൂടെ ഗുണ്ടായിസം കളിച്ച് ഒരാൾ എന്തോ ഒരു ചെറിയ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു മീറ്റ് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അവനെ കൊല്ലാനോ പോവുകയാണെങ്കിൽ ആ രാമിനെ കുറിച്ച് നമ്മുടെ വിലയിരുത്തൽ എന്തായിരിക്കും? ആ വ്യക്തികളെക്കുറിച്ച് ശ്രീരാമൻ്റെ വിലയിരുത്തൽ എന്തായിരിക്കും? ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ അവനൊന്നും വേണ്ട, എല്ലാം ത്യജിച്ചിട്ട് അവൻ്റെ രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടി അവൻ അതൊക്കെ വിട്ടിട്ടിറങ്ങാൻ തയ്യാറായ ആ വ്യക്തി. ശബരി അത്രയും താഴ്ന്ന ഒരു ജാതിയിൽ കിടക്കുന്ന ഒരു വ്യക്തി ആയിരുന്നിട്ടും അവർ ഭക്ഷിച്ച ആ ഫലങ്ങൾ ഒരു ചോദ്യവും ചോദിക്കാതെ അത് കഴിക്കാൻ തയ്യാറായ വ്യക്തി. രാവണ അസുരനാണ്, അങ്ങനെയുള്ളവൻ്റെ ദൈവത്തോട് ചോദിച്ചിട്ടാണ് അവനെ കൊല്ലുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തി, ആ വ്യക്തിക്ക് ജയ് ശ്രീറാം എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അങ്ങനെ ഒരു വ്യക്തിയുടെ പേര് വെച്ചിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? വേറെ ആൾക്കാർ അവരുടെ രീതിയിൽ ദൈവത്തെ ആരാധിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യുമ്പോൾ ആ സ്ഥലങ്ങളെ തകർക്കുക, ആ വ്യക്തികളെ ഉപദ്രവിക്കുക. ശ്രീരാമൻ അത് ഇഷ്ടപ്പെടും? നമുക്ക് തോന്നുന്നുണ്ടോ? ഇനി കുറേ ചെറുപ്പക്കാർ 10, 20, 25 വയസ്സുള്ള ഈ കുട്ടികൾക്ക്, അവരെല്ലാം അവിടെ നിന്നിട്ട് ഒരു പയ്യനെ, അവരെ പോലെ തന്നെയുള്ളൊരു പയ്യനാണ്, ഏകദേശം അതേ വയസ്സ്, അവനെന്തോ മുഹമ്മദിനെതിരെയോ ദൈവത്തിനെതിരെയോ സംസാരിച്ചെന്നും പറഞ്ഞിട്ട് വലിച്ചിഴച്ച് കൊണ്ടുവന്ന് അവനെ കാലുകൊണ്ട് ചവിട്ടി ഇടിച്ച് പല കാര്യങ്ങൾ ഉപയോഗിച്ച് അവനെ ഉപദ്രവിച്ച് പോലീസുകാരാണ് ഇവനെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ഇതെല്ലാം ചെയ്ത ശേഷം ഇവനെ കെട്ടി തൂക്കിയിട്ട് പെട്രോളോ എന്തോ ഒന്ന് ഒഴിച്ചിട്ട്, ദ്രാവകം ഒഴിച്ചിട്ട് അവനെ കത്തിക്കുകയാണ്. ഈ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെല്ലാം സെലിബ്രേറ്റ് ചെയ്യണം, ആസ്വദിക്കുകയാണ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയണം. ഇതിൻ്റെ വീഡിയോ അവർ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വീഡിയോ പിടിച്ചിട്ട് അവരുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ അയക്കും. ആ സോഷ്യൽ മീഡിയയിലും അല്ലാഹു അക്ബർ എന്ന് പറയാണ് വേറെ ആൾ. ഇതൊക്കെ കാണുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ രാജാവായിരിക്കുന്ന, സൃഷ്ടാവായിരിക്കുന്ന ആ ദൈവത്തിന് എന്താ തോന്നുക? വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ തോന്നുന്നുണ്ടോ? അതാണോ ആ ദൈവം, സൃഷ്ടാവായ കരുണാമയനായ സ്നേഹവാനായ ദൈവം ആഗ്രഹിക്കുന്നത്? അല്ലാഹു അക്ബറിൻ്റെ പേരിൽ ഇതൊക്കെ സാങ്ഷൻ ചെയ്യണം.
അള്ളാഹു അക്ബറിൻ്റെ പേരിൽ ഈ വ്യക്തിയെ കൊല്ലുന്ന ആ പയ്യൻ്റെ ആ ഒരു 20 വയസ്സ് പോലും അവന് കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത് കണ്ടപ്പോൾ ആ സമയത്ത് ഞാൻ തരിത്തുപോയി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. കാരണം ഇപ്പോൾ എൻ്റെ മകനോ എൻ്റെ ഒരു അനിയനോ എൻ്റെ ഒരു സഹോദരനോ ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റില്ല. കാരണം എനിക്കത് സ്വീകരിക്കാൻ പോലും പറ്റില്ല. കാരണം വാട്ട് ഈസ് ഹി ഡൂയിങ്? ഒരു മനുഷ്യൻ അവിടെ വേദന കൊണ്ട് പൊളഞ്ഞ് മരിച്ച് ഞാനൊരു തെറ്റും ചെയ്തില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ അവനെ കളിയാക്കുക, ചിരിക്കുക, എന്നിട്ട് അവനെ കൊല്ലുക, എന്നിട്ട് അവനെ കത്തിക്കുകയാണ്. കത്തിക്കുന്ന സമയത്ത് അള്ളാഹു അക്ബർ എന്ന് പറയും. എന്താലേ, അത് കംപ്ലീറ്റ് ആയിട്ട് അവൻ്റെ ആ സൈക്കോളജീൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവനാണ് ശരിക്കും കൗൺസിലിംഗ് ആവശ്യം. ഇത് കാണുന്ന കുറേ പിഞ്ചു കുട്ടികളുണ്ടാവും അള്ളാഹു അക്ബറിനെ വിളിക്കുന്നവർ. അവർ വിചാരിക്കുന്നത് ഇതെന്തോ നല്ല കാര്യമാണ്. അവർക്കറിയാം ഇതെന്താന്ന്. ഇതൊക്കെ വരച്ച് കാണിച്ചിട്ട് ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഇതൊക്കെ മഹാ തെറ്റാണ്. ദൈവത്തിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ടോ? ഏതെങ്കിലും ദൈവത്തിൻ്റെ പേരിൽ. എന്തിനാണ് ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു. എന്തിനാണ് അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നത്? നിങ്ങൾ പറഞ്ഞുതരും എനിക്ക്, ഇല്ലേ? പല ആളുകളും പറഞ്ഞുതരും. ദൈവം എത്ര മഹാനാണ്, ദൈവം എത്ര വലിയവനാണ്. ആ വലിയവനായ ദൈവം ഇങ്ങനെയുള്ള ഹീന കൃത്യങ്ങൾ, ഇത് ഒന്നൊന്നുമല്ല, ഇതുപോലത്തെ എത്രയോ. ആ പെഹൽഗാമിൽ ഉടുപ്പ് ഊരിയിട്ട് പരിശോധിച്ച് നോക്കിയിട്ട് ഹിന്ദു ആണോ മുസ്ലിം ആണോ നോക്കിയിട്ട് അവർക്ക് അള്ളാഹു അക്ബർ എന്ന് പറയാൻ അറിയില്ലെങ്കിൽ അവരെ കൊല്ലുക. ഏത് ദൈവത്തിനാണ് അത് ഇഷ്ടപ്പെടുക? ഇങ്ങനെയുള്ള ആളുകൾ ദൈവത്തിൻ്റെ നാമം വൃഥാവായിട്ട് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുന്ന മുസ്ലിങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾ ഈ നാമം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിയമം ഇറക്കാത്തത് എന്തുകൊണ്ടാണ്? ഹിന്ദുക്കളോടും എനിക്ക് തന്നെയാണ് പറയാനുള്ളത്. ജയ് ശ്രീറാം എന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്കാരുടെ ആരാധന സ്ഥലങ്ങൾ പോയി പൊട്ടിച്ചിട്ട് എന്താണ് വലിയ കാര്യം? അതിൽ എന്താ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? അതാ രാമന് ഇഷ്ടപ്പെടുക? രാമൻ എന്ന് പറഞ്ഞാൽ ശബരിയുടെ ആ ഭക്ഷിച്ച ഫലം കഴിച്ച ആളാണ്. അതാ ഓർക്കേണ്ടത് കേട്ടോ. നിങ്ങൾ ഈ ദലിത്തിനെയും അല്ലെങ്കിൽ വളരെയധികം പിന്നോക്കമായിട്ടുള്ള ഒരു ജാതി എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന പല ജാതികളെയും പല മീറ്റുകൾ കഴിക്കുന്നവരെയും ഒക്കെ നിങ്ങൾ പോയി അടിച്ച് ഒടിച്ച് തല്ലി അവരുടെ മേലെ സനാതൻ സ്ഥാപിക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം ഈ സനാതൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ആളാണ് ശ്രീരാമൻ. ആ രാമൻ്റെ ടെമ്പിളാണ് നരേന്ദ്രമോദിജി പോയി ഉദ്ഘാടനം ചെയ്തത്. ആ രാമൻ്റെ ആദർശമാണ് അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ വിശ്വാസത്തെ പോലും ബഹുമാനിക്കുകയാണ്. അവർക്കറിയില്ല, അവർക്ക് ഹൈജീൻ എന്താണെന്നറിയില്ല, എന്താണ് ശരി എന്താണ് തെറ്റെന്നറിയില്ല. അതിങ്ങനെ തിരുത്തിക്കൊണ്ടിരിക്കുകയല്ല അവിടെ ഇരുന്നിട്ട്. അവർ തരുന്ന ഫലം എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കുക. ആ ശബരിമലേൻ്റെ ആൾക്കാരാണ് ഇവർ. അവരാണ് പോയിട്ട് ജയ് ശ്രീറാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു ക്രിസ്ത്യാനിയുടെ പരിപാടിയെ മുടക്കുന്നത്, അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ പരിപാടിയെ മുടക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഏറ്റവും താഴേക്കിടയിൽ ഹിന്ദുക്കളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എന്താ പറയുന്ന അവരുടെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളെക്കുറിച്ച് സംസാരിക്കുക, അവരെ അവഹേളിക്കുക. അതിൻ്റെ ആവശ്യമില്ല. അവരെന്ത് വേണമെങ്കിൽ കഴിക്കട്ടെ. ശ്രീരാമൻ അങ്ങനെയാണോ ഓരോ ആൾക്കാരെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്? അങ്ങനെയാ തോന്നുന്നത്. നമ്മളിവിടെ രാമരാജ്യം സ്ഥാപിക്കാൻ പോവാണ്. എന്നാൽ സ്വഭാവമോ രാവണൻ്റെ സ്വഭാവം വെച്ചിട്ട് അവനെന്താ ചെയ്തത്? സീതയെ അപഹരിച്ചുകൊണ്ട് അതേമാതിരി വേറൊരാളുടെ സാധനങ്ങൾ കൊണ്ടുപോകും. അതാണ് രാമരാജ്യം. രാമരാജ്യം എന്ന് പറഞ്ഞാൽ രാമൻ്റെ സ്വഭാവം ഉണ്ടെങ്കിൽ രാമരാജ്യം പണിയാൻ പറ്റുള്ളൂ. ആ രാമരാജ്യം പണിയണമെന്നുണ്ടെങ്കിൽ ആദ്യം രാവണൻ്റെ ദൈവത്തെ ബഹുമാനിക്കാൻ നീ പഠിക്കണം. രാവണൻ്റെ ദൈവത്തെ, ശിവനാണ് രാവണൻ്റെ ദൈവം, ആ ദൈവത്തെ ബഹുമാനിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് രാമേശ്വരം. എന്താണ് രാമേശ്വരം അറിയോ? നിങ്ങളൊക്കെ ശബരിമലയും രാമേശ്വരമൊക്കെ പോകുന്ന ആൾക്കാരില്ല, ഇതൊക്കെ അറിയുന്ന ആൾക്കാരായിരിക്കുമല്ലോ എല്ലാവരും. ഞാനല്ലേ ഇതൊന്നും അറിയാത്ത ഒരു ക്രിസ്ത്യാനിയായി പോയത്, ഇങ്ങനെ തെറ്റിപ്പോയ ഒരാട്. ഞാൻ തെറ്റിപ്പോയതാണോ? ആ രാമേശ്വരത്തിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാം, അവിടെ ഇരുന്നിട്ട് രാമൻ പ്രാർത്ഥിച്ച സ്ഥലങ്ങൾ. എന്തിനാണ് പ്രാർത്ഥിച്ചത്? ആ രാവണനെ, ഇത്രയും ദുഷ്ടനായ വ്യക്തിയെ കൊല്ലാമോ ഇല്ലയോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അവൻ്റെ സ്വഭാവം ഇല്ലാതെ രാമരാജ്യം പണിത അത് രാമരാജ്യം നമുക്ക് പേര് കൊടുക്കാൻ പറ്റും, പക്ഷെ അത് രാവണൻ്റെ രാജ്യമായിരിക്കും.